ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് മധ്യപ്രദേശിലേക്കാണ്. എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അവിടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു രീതിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലഗേജസ് ഉണ്ടായിരുന്നു, ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുടെയും ലഗേജസ് ഉണ്ടായതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇരിക്കാൻ സ്ഥലം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ മടിയിലൊക്കെ ഇരുന്നിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗ്വാളിയർ റെയിൽവേ സ്റ്റേഷൻ വരെയാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ട്രെയിൻ നിസാമുദ്ദീനാണ്. അത് 3:30ക്കാണ് ട്രെയിൻ വരുന്നത് കേട്ടോ. ഞങ്ങൾ കുറേ നേരത്തെ ഇറങ്ങി, ഒരു 2:45 ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ മക്കളും പപ്പയും ഒക്കെയാണ് ഞങ്ങൾ യാത്രയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങളുടെ ലഗേജസ് ഒരു വിധത്തിൽ അടക്കി ഒതുക്കി വെക്കാൻ പറ്റാത്ത രീതിയിലുള്ളവയായതുകൊണ്ട് തന്നെ കൊല്ലം സ്റ്റേഷനിൽ തുടങ്ങിയ ലഗേജ് വെപ്പാണ് കായംകുളം ആയിട്ടും അടക്കി ഒതുക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ ചായയും ചിപ്സും ഒക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചിപ്സും പിന്നെ ഒരു ചായയൊക്കെ വാങ്ങി. ഞാൻ കട്ടനാണ് വാങ്ങിയത്. അങ്ങനെ രാത്രിയായിട്ടോ. ഞാനൊക്കെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും AC ആയതുകൊണ്ട് തന്നെ എല്ലാവരും തണുപ്പടിച്ച് നേരത്തെ കിടന്നുറങ്ങാനുള്ള ഒരു തത്രപ്പാടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉറങ്ങി. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും മോനൂട്ടൻ നല്ല ചില്ലായിട്ടുണ്ടായിരുന്നു. അവൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ തിരുപ്പതി ആവാറായിട്ടുണ്ടായിരുന്നു. തിരുപ്പതിയിലെത്തിയിട്ടാണ് ഫുഡൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടിരിക്കുമായിരുന്നു. ഫുഡ് പക്ഷേ അവിടെ നിന്ന് വാങ്ങിയതൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കെന്തോ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മോനാണെങ്കിൽ അപ്പുറത്തെ സീറ്റിലുള്ളവരുമായിട്ടൊക്കെ നല്ല കമ്പനിയായി. അവിടെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവൻ ഹാപ്പി ആയിരുന്നു. അവൻ്റെ ഏജിനുള്ള ആളുകളൊക്കെ ആയതുകൊണ്ട് അവൻ അവിടെ പോയി ഇന്ന് ഭക്ഷണം കഴിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുപ്പതിയിലെത്തി. തിരുപ്പതിയിൽ നിന്ന് ഇഡ്ഡലിയും സാമ്പാറും വടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും രതീഷേട്ടനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രം വാങ്ങിയില്ല. ഞാൻ പിന്നെ തൽക്കാലം ഒരു കപ്പ് നൂഡിൽസും പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചപ്പാത്തിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കളിയും ചിരിയും ഒക്കെ ആയി. അങ്ങനെ ഞങ്ങൾ വിജയവാഡ ജംഗ്ഷനിലെത്തിട്ടോ. ഇവിടെ ആകുമ്പോൾ കുറേ നേരം നിർത്തിയിടും. ഈ വെള്ളമൊക്കെ ഫില്ല് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ അതിനൊരു 10-15 മിനിറ്റോളം നിർത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഇരുന്ന് നടു കഴിച്ചത് കൊണ്ട് ഇടയ്ക്ക് ഇവിടെ ഇറങ്ങി കുറച്ച് നേരം നടന്നു. നമ്മൾ കൊണ്ടുവന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടെ ഒരു മീൽസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല 2 മീൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വലിയ തരക്കേടില്ലായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു. ഒരു മീൽസിന് 100 രൂപയാണ് വില വരുന്നത്. 6 പീസ് ചപ്പാത്തിയും മീൽസിനും കൂടിയാണ് 100 രൂപ വരുന്നത്. അങ്ങനെ ഞങ്ങളത് പിറ്റേ ദിവസം ഇറങ്ങാറാവുന്നതിൻ്റെ അന്ന് രാവിലെ ഞാനൊരു ബ്രെഡ് ഓംലെറ്റും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉപ്പുമാവുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുമായിരുന്നു. അപ്പം അവനോട് യാത്ര ചോദിക്കുകയാണ് എല്ലാവരും. അതിന് ട്രെയിനിലെ തന്നെ ഒരു താരമായിരുന്നു. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചു ഇറങ്ങാനായിട്ട്. ഉച്ചക്കത്തേക്ക് ഊണ് പറഞ്ഞിരുന്നു. ട്രെയിനിൽ വെച്ച് തന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി.
അങ്ങനെ ഞങ്ങൾ ഒരു എഗ് ബിരിയാണിയും ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ കറിയാണ് കൂട്ടുണ്ടായിരുന്നത്. ചിക്കൻ കറി ഗ്രേവിയൊക്കെ കൊള്ളാമെങ്കിലും ചിക്കൻ കണ്ടിട്ട് കൂട്ടാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായി ഗ്വാളിയർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഓട്ടോയിലാണ് പോകേണ്ടത്. ഒരു 30-32 കിലോമീറ്ററോളം ഗ്വാളിയറിൽ നിന്ന് തെക്കമ്പൂർ എന്ന സ്ഥലത്തിലേക്ക്. ഞങ്ങൾ താമസിക്കുന്നതും പുള്ളി വർക്ക് ചെയ്യുന്നതും ഒക്കെ അവിടെയാണ്, DSF അക്കാഡമിയിലാണ്. നേരത്തെ ഓട്ടോക്കാരനെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 350 രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത്. 400 രൂപയും ചിലർ മേടിക്കും. ഇത് പരിചയമുള്ളത് കൊണ്ട് 350 രൂപയെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ അടുക്കി പറക്കാനായിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം അടുക്കി വാരി വെക്കണം. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ടാറ്റ ബൈ ബൈ.